ലൈൻ നിന്നോളിട്ടാ, ലൈൻ നിന്നോളി. തെക്കും തിരക്കും കൂട്ടണ്ട, തിക്കും തിരക്കും കൂട്ട. ഒരു ലൈൻ നിന്നോളി, ഒരു ലൈൻ നിന്നോളിട്ടാ. തിക്കും തിരക്കും കൂട്ടണ്ട, തിക്കും തിരക്കും കൂട്ടാതെ ലൈൻ നിന്നോളി. ചരിത്രത്തിൽ ആദ്യമായിട്ടോ ഒരു ഉദ്ഘാടന വേദിയില് ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് കൊപ്പത്താണ്. കൊപ്പത്ത് അതുല്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടന വേദിയിലാട്ടോ. അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത്. പോയി കണ്ടിട്ട് വരാം. ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു ചായയുടെ ഒരു സെറ്റപ്പ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ബൊഫേ സ്റ്റൈലാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇഷ്ടം പോലെയാണ്, വന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ഒരുപാട് ഐറ്റംസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ കൊപ്പത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായ റോയിഷ് കാറ്ററിംഗിന് എന്താണ് പറയാനുള്ളത്? എത്ര പേർക്കുള്ള ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? 1500 മുതൽ 1500 വരെയുള്ള ആളുകൾക്കുള്ള ഭക്ഷണമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മാനേജ്മെന്റ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആര് വന്നാലും മടങ്ങി പോകരുതെന്നാണ് ആവശ്യപ്പെട്ടത്. ആദ്യമായിട്ടാണ് ഒരുപാട് കാറ്ററിംഗ് സർവീസുകളൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അതെ അതെ, ഇങ്ങനെ ഒരു ഉദ്ഘാടന വേദിയില് ഇങ്ങനെ ഒരു ഇത്രയും വലിയ സംവിധാനം എന്താണ് സന്തോഷത്തിന്? വളരെ സന്തോഷം അല്ലെ? ഒരുപാട് നടീനടന്മാരൊക്കെ കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിന് പകരം അല്ലെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞ ഒരു സംവിധാനം അല്ലെ, അത് അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് ചെയ്ത് വലിയ കാര്യമാണ് അല്ലെ. നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു മുന്നോട്ട് വന്നൊരു തീരുമാനം? അതിനെ കുറിച്ചൊന്ന് പറയുക. പ്രചോദനം എന്ന് പറഞ്ഞാലേ അതുല്യ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് 40 വർഷത്തെ പാരമ്പര്യമാണ് കൊപ്പം സിറ്റിയിലുള്ളത്. അപ്പോൾ നിലവിലുണ്ടായിരുന്ന ഞങ്ങളുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഞങ്ങളെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് കുഞ്ഞിപ്പാക്ക, അതുല്യ കുഞ്ഞിപ്പ എന്ന് പറയുന്ന ആള് മുപ്പര് തുടങ്ങി വെച്ചൊരു സംവിധാനമുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ഒരുപാട് അദ്ദേഹത്തിൻ്റെതായ അഡ്രസ്സ് ചെയ്ത കുറേ കാര്യങ്ങൾ നിലവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു സംരംഭം, ഒരു സ്ഥാപനം ഇനിയുള്ള യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഒരു ചാരിറ്റി പ്രവർത്തനം തന്നെ നിർബന്ധമായി വേണമെന്നുള്ളതാണ്. ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക്, നമ്മുടെ കസ്റ്റമേഴ്സിന്, നമ്മളെ ഷോപ്പിൽ വരുന്ന ആളുകൾക്ക്, നമ്മുടെ നാട്ടുകാർക്കൊക്കെ നൽകുക എന്ന് പറയുന്നുള്ള സംതൃപ്തി, അതിൽ ഞങ്ങൾ വലിയ സന്തോഷം കാണാണ്. ഈ വയറ് നിറഞ്ഞ് വിശപ്പ് തീർന്ന് സന്തോഷത്തോടെ ഇവിടുന്ന് പോകുക എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തോന്നിയ അതുല്യ ഗ്രൂപ്പിന് ഒരുപാട് നന്മകളും ആശംസകളും നേരുന്നു കേട്ടോ. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും മനസ്സുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.